എന്താ പറ്റിയടാ? ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇങ്ങനെയാണോ നല്ലത്? ഇങ്ങനെയാണത്. നമ്മൾ ഇന്ന് എവിടെയാ പോകുന്നതെന്നൊക്കെ നമുക്ക് കണ്ടാലോ? അപ്പോൾ വായോ, അപ്പോൾ നമുക്ക് പോയിട്ട് വന്നാലോ. ഞാൻ ഈ വീഡിയോ യൂട്യൂബിൽ ഇടും കേട്ടോ. എനിക്ക് വയ്യ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് റോഡിലോട്ടൊക്കെ ചെന്നപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു റോഡ് മൊത്തത്തിൽ. നല്ല ഫാം ഹൗസുകളും ഭയങ്കര ഭംഗിയാണ് കേട്ടോ. നമ്മൾ സിറ്റീസിലൊക്കെ കാണുന്നതിനെക്കാട്ടും നല്ലത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ കൺട്രി സൈഡിൽ കൂടെ പോകുമ്പം. നല്ല പഴയ ബിൽഡിങ്ങുകളാണ് ഇതെല്ലാം. ഇത് നമ്മളിപ്പം പോകുന്നത് മാറ്റ്ലോക്കാണ്. മാറ്റ്ലോക്ക് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഇംഗ്ലണ്ടിലെ തന്നെ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. നമ്മളിപ്പം മാറ്റ്ലോക്കിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ കാണുന്നത് മൊത്തം ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള പഴയ ബിൽഡിങ്ങുകളാണ്. ഇപ്പോഴൊന്നും ഇവിടെ നിന്നും പുതിയതായിട്ടുള്ള കൺസ്ട്രക്ഷൻ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നും. പക്ഷേ എന്തൊരു ഭംഗിയാണെന്നറിയാമോ ഈ പഴയ ബിൽഡിങ്ങുകൾക്കൊക്കെ. ഭയങ്കര ഭംഗിയാണ് നമുക്ക് കാണാൻ. നമ്മൾ പോയ ദിവസം കുറച്ച് ക്ലൗഡി ആയിരുന്നു. 100-500 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഈ ബിൽഡിങ്ങുകളൊക്കെ അവരിപ്പോഴും ഒട്ടും കേടുപാട് വന്നു പോകാതെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കുന്നുണ്ടേ. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന മാറ്റ്ലോക്ക് ബാത്തിൽ ഹൈറ്റ്സ് ഓഫ് എബ്രഹാം എന്ന് പറയുന്ന വളരെ പ്രശസ്തമായൊരു ടൂറിസ്റ്റ് പ്ലേസിൽ കൂടാണ്. അതിൻ്റെ മുകളിലിങ്ങനെ അശയിലിങ്ങനെ തുണി വിരിച്ചിട്ടേക്കുന്ന പോലെ കാണുന്നില്ലേ, അത് ഇവിടുത്തെ കേബിൾ കാറുകളാണ് കേട്ടോ. ഏകദേശം 554 ഫീറ്റ് ഉയരത്തിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ കൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് ഭയങ്കര മനോഹരമാണ് കേട്ടോ. ഇങ്ങനെ മുകളിൽ കൂടെ പോകുമ്പോൾ താഴെ മൊത്തം നല്ല ബിൽഡിങ്ങുകളും നല്ല താഴ്വരകളും നല്ല ചെറിയ നദിയും ഒക്കെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇത്രയും വലിയൊരു ടൂറിസ്റ്റ് പ്ലേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൗണാണിത്. അവിടെ നമ്മുടെ ഈ ഹൈറ്റ്സ് ഓഫ് എബ്രഹാമിൽ പോകുന്നിടത്ത് ഇവിടെ ഈ പ്ലേസിലൊക്കെ ആയിരിക്കും നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകണേ. അവിടുത്തെ ഏറ്റവും വലിയൊരു ടൗണാണിത്. നമ്മുടെ നാട്ടിൽ വലിയ ബഹളങ്ങളോ അല്ലെങ്കിൽ വലിയ ബിൽഡിങ്ങുകളോ അങ്ങനെയൊന്നുമല്ല. പഴമയോ അതേപോലെ തന്നെ നന്നായി സൂക്ഷിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളവിടുന്ന് പീക്ക് ഡിസ്ട്രിക്റ്റിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയെന്ന് വെച്ചാൽ ഒരു സിഗ്നൽ മാറാൻ തെറ്റി. അങ്ങനെ ഒന്ന് നോക്കിയപ്പോൾ ഉണ്ട് ദാഗെടുക്കുന്ന നമ്മുടെ നാട്ടിലൊരു പെട്ടി ഓട്ടോറിക്ഷ. നമ്മളവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 2 സൈഡിലും മൊത്തത്തിൽ മൊട്ടക്കുന്നുകളാണ്. ഈ മൊട്ടക്കുന്നുകൾ ഫുള്ളിങ്ങനെ പച്ച വിരിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് അത് കാണാൻ. അപ്പം നമ്മൾ കരുതി എന്നാൽ പിന്നെ നമുക്ക് പീക്ക് ഡിസ്ട്രിക്റ്റിൽ പോകുന്ന വഴിക്ക് ചാഡ്സ്വർത്ത് ഹൗസ് വഴിയൊന്ന് പോയാലോ എന്ന്. ഇത് ഏകദേശം 500 വർഷം പഴക്കമുള്ള ഇവിടുത്തെ തന്നെ ഒരു രാജകുടുംബത്തിൻ്റേതാണ്. ഏകദേശം ഒരു വർഷം 6 തൊട്ട് 7 ലക്ഷം വരെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ടെന്നാണ്. നമ്മൾക്കിതിന് ഉള്ളിൽ കയറണമെങ്കിൽ പാസ് എടുക്കണം. പാസ് എടുത്തിട്ടാണ് നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റും. പക്ഷേ നമ്മൾ ചെന്ന ദിവസം അവിടെ പണികളൊക്കെ നടക്കുമായിരുന്നു എന്ന് തോന്നുന്നു. ഇനിയിപ്പം സമ്മറല്ലേ, സീസണായി വരുന്നത് കാരണം അവരവിടെ കുറച്ച് പണികളൊക്കെ നടത്തുന്ന കാരണം നമുക്ക് അകത്തോട്ട് പ്രവേശിക്കാനുള്ള ഒരു അനുമതി ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ വെളിയിലൊക്കെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത്. ശരിക്കും പറഞ്ഞാൽ ഈ 500 വർഷത്തിന് മുമ്പ് ഇത്രയും മനോഹരമായൊരു ബിൽഡിങ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തോരം എഫേർട്ട് എടുത്തിരിക്കണം എന്ന് ചിന്തിച്ച് നോക്കണം. അത്ര ഭംഗിയാണ് നമ്മൾ അടുത്ത് നിന്ന് അതിൻ്റെ ഓരോ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കുമ്പോൾ. ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ, പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങൾ കരുതി തന്നെ ഇവിടെ നിന്ന് കയറിയിട്ട് പോകാവുന്നു. ഇത് ശരിക്കും ഡിസംബർ മാസത്തിൽ നമ്മുടെ ക്രിസ്മസ് സീസൺ ആകുമ്പോൾ ഇത് ഫുള്ള് ലൈറ്റ് കൊണ്ട് അലങ്കരിക്കും. പിന്നെ അവിടെ കുറേ ഫൗണ്ടനൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതൊക്കെ വർക്ക് ചെയ്യിക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ് അന്നേരം കാണാനും. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയിട്ട് നമ്മളന്ന് ഇറങ്ങി നടന്നെല്ലാം കാണാമെന്ന് എഴുതിയിട്ട് ഇറങ്ങുകയാണ്. ഇവിടുത്തെ വാട്ടർ ഫൗണ്ടനെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ ഏകദേശം 1844 മറ്റോ ആണത് പണിഞ്ഞതെന്നാണ് പറയുന്നത്. നമ്മൾ ചെന്നപ്പം കുറച്ച് ക്ലൗഡി ആയിട്ടിരുന്നെങ്കിലും പെട്ടെന്ന് തന്നെ നല്ല വെയിലൊക്കെ വന്നു കേട്ടോ. ഞാൻ അവിടെ നിന്നൊരു ലൈവൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഭംഗിയായിട്ടുള്ള നല്ല വീഡിയോസ് എടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അകത്തോട്ട് കയറാൻ പറ്റിയില്ല. വെളിയിൽ നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോരാനേ പറ്റിയിട്ടുള്ളൂ. പിന്നെ അവിടെ തന്നെ അവരുടെ ഗാർഡനൊക്കെ അവർ വളരെ ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഈ വഴിയായിരുന്നു നമുക്ക് എൻട്രൻസ് അവർ തരുന്നത്. ഇതിലേ കൂടി അകത്ത് കയറുമ്പോൾ ഒരുപാട് സ്റ്റോളുകളൊക്കെ അവിടെ കാണും.
ഇപ്പം പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റാത്തത്. ഇതെല്ലാം ഇതിൻ്റെ ഗാർഡനായിട്ടോ, ഭയങ്കര ഭംഗിക്ക് അവർ മെയിൻറ്റെയിൻ ചെയ്ത്. ഇപ്പോൾ ഈ കരിഞ്ഞുണങ്ങി ഇങ്ങനെ നിൽക്കുന്ന കാണത്തില്ലേ, നമ്മൾ തോന്നത്തില്ല ചുള്ളിക്കമ്പാണ്. അങ്ങനൊന്നും അല്ല കേട്ടോ. ഇത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഇല വന്ന് തുടങ്ങും. ഇപ്പം വിൻ്റർ അല്ലായിരുന്നു, വിൻ്റർ മാറുന്നതേ ഉള്ളൂ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെയൊക്കെ നിന്നിട്ട് അവിടെ നമ്മൾ തിരിച്ചു പോരുകയാണ്. തിരിച്ച് നമ്മൾ പെയ്ക്ക് ഡിസ്ട്രിക്റ്റ് വഴി നമുക്ക് പോയി പിന്നെ മാഞ്ചസ്റ്റർ പോയി ഫുഡ് കഴിക്കാം എന്നൊക്കെ കരുതിയാണ് ഇറങ്ങിയത്. പക്ഷേ പീക്ക് ഡിസ്ട്രിക്റ്റിലോട്ടുള്ള വഴി തെറ്റിയുകൊണ്ട് പിന്നെ തിരിച്ച് നമ്മൾ നേരെ പോകുന്നത് മാഞ്ചസ്റ്ററിലോട്ടാണ്. പിന്നെ കുറേ നാളായില്ലേ ഇന്ത്യൻ ഫുഡൊക്കെ കഴിച്ചിട്ട്, അങ്ങനെ പോയി എന്നാൽ ഇന്ത്യൻ ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞ് പോവുകയാണേ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വണ്ടിയുടെ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യുമെന്ന് കാണിച്ച്, അങ്ങനെ നമ്മുടെ അവിടെ ഒരു MOT സെൻറ്ററിൽ കാണിച്ചിട്ട് എൻജിൻ ഓയിൽ റീഫിൽ ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് പിന്നെ നമ്മളിതാ എത്തിയത് മാഞ്ചസ്റ്ററിൽ ഒരു ഇന്ത്യൻ സ്ട്രീറ്റിലോട്ടാണ്. അങ്ങനെ പേ ആൻഡ് പാർക്കിൽ വണ്ടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ആ സ്ട്രീറ്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് തോന്നും ഇന്ത്യയിലെ ഏതോ ഗുജറാത്തി സ്ട്രീറ്റോ അങ്ങനെ ഏതോ ഒരു സ്ട്രീറ്റിലെത്തിയൊരു ഫീലാണ്. ഇഷ്ടംപോലെ സ്വർണ്ണക്കടകളും ഇതുപോലെ കാണാം. ലെസ്റ്റർ എന്ന് പറയുന്നത് ഒരു സ്ഥലമുണ്ട് ഇവിടെ. അതും ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മൊത്തം ഇന്ത്യൻസ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, പാകിസ്ഥാനീസ് അങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഒരുപാട് തുണിക്കടകളും നമ്മുടെ നാട്ടിലെ കൂട്ടുള്ള ഡ്രസ്സിൻ്റെ ഷോപ്പുകൾ, പിന്നെ സ്വർണ്ണക്കടകൾ, അതുപോലൊക്കെയുള്ള ഫുഡ് ഐറ്റംസ് കിട്ടും കടകളൊക്കെയാണ്. ഇതൊക്കെയാണ് ഇഷ്ടം പോലെ. ഇവിടെ നമ്മൾ ഈ ഒരു സ്ട്രീറ്റിൽ കയറി കഴിഞ്ഞാൽ ഇവിടുത്തുകാരെ കാണാനേ പറ്റത്തില്ല, ഇംഗ്ലീഷുകാർ കാണത്തില്ല. ഈ അറബ് കൺട്രീസിൽ നിന്ന് വന്ന കുറേ ആൾക്കാരും പാകിസ്ഥാനിൽ നിന്ന് വന്ന കുറേ ആൾക്കാരും, പിന്നെ ഈ അറബ് ഫുഡുകളും പാകിസ്ഥാനി ഫുഡുകളും നോർത്ത് ഇന്ത്യൻ ഫുഡുകളും ഒക്കെ ആയിരിക്കും കൂടുതലും നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മളൊരു ഷവർമ ഷോപ്പ് കണ്ടായിരുന്നു. അപ്പോൾ ഷവർമ കഴിച്ചിട്ട് കുറേ കാലമായി എന്ന് പറഞ്ഞിട്ട് ആ കണ്ട ഷവർമ ഷോപ്പ് തിരക്കി പോവുകയാണ് ഞങ്ങൾ കേട്ടോ. അതിനിടയിൽ 1-2 ഷോപ്പുകൾ, ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മന്തികളൊക്കെ കിട്ടുന്ന ഷോപ്പ് കണ്ട് അതിൻ്റെയൊക്കെ നോക്കി വെച്ചിട്ട് പോവുക. ആദ്യം നമുക്ക് ഷവർമ തന്നെ കഴിച്ചിട്ടുള്ളൂ ബാക്കി കാര്യം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഷവർമ ഷോപ്പിലെത്തിയിട്ടുണ്ട്. നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള ഷവർമയാണ് അവരുണ്ടാക്കി തരുന്നത്. അവർ നമ്മളോട് ചോദിക്കും ഏതാ വേണ്ടത്. ഇവിടെ ശരിക്കും മട്ടനും ചിക്കനുമാണ് ഉള്ളത്. അപ്പം ഞാനും നിഷയും ചിക്കനും താര മട്ടനുമാണ് ചൂസ് ചെയ്തത്. ശരിക്കും ഷവർമ കഴിച്ചപ്പോഴത്തേക്ക് നന്നായിട്ട് വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെയുള്ള എല്ലാ കടകളും ഇങ്ങനെ കയറി ഇറങ്ങി നടന്നു. സ്വീറ്റ്സിൻ്റെ ഷോപ്പിലൊക്കെ കയറി കുറച്ച് സ്വീറ്റ്സ് വാങ്ങി. പിന്നെ എല്ലാ സ്വർണ്ണക്കടയുടെയും വെളിയിൽ ചെന്ന് ഇതുപോലൊക്കെ നോക്കി നിന്ന് വീഡിയോസൊക്കെ എടുത്തു. സ്വർണ്ണത്തിന് അതിനകത്ത് അവർ എഴുതി വെച്ചിരിക്കുന്ന വിലയൊക്കെ വായിച്ച് ഇങ്ങനെ നിർവൃതി അടഞ്ഞ് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. പിന്നെ എല്ലാവരും പറഞ്ഞു ആർക്കും ഫുഡ് കഴിക്കാനോ ഒട്ടും വയറ്റിൽ സ്ഥലമില്ല. അപ്പോൾ ഒരു ചായ കുടിച്ചാൽ കൊള്ളാമെന്ന് തോന്നിയിട്ട് ഞങ്ങളവിടെ ഇങ്ങനെ ചായയുള്ള കട നോക്കി നടക്കുകയാണ്. അങ്ങനെ ഞങ്ങളൊരു ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ, മഴയും പെയ്യുന്നുണ്ട്, കാറ്റും അടിക്കുന്നുണ്ട്, നല്ല തണുപ്പുണ്ട്. അങ്ങനെ നമ്മളൊരു ചായക്കടയിലെത്തി കേട്ടോ. എന്താ തരേ ഇത്? പാല് വേറെ വെച്ചിട്ടുണ്ട്, നീ വിഷമിക്കണ്ട. എന്താ പറ്റിയടാ? അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് ഓരോ മന്തിയൊക്കെ വാങ്ങിക്കൊണ്ട് നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് എല്ലാവരും ചാനൽ കൂട്ടാക്കണം, വീഡിയോ ലൈക്ക് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി പിന്നെ കാണാം കേട്ടോ. ബൈ.